പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ ചുരം എന്ന് പറയുമ്പോഴത്തേനും ചുരത്തിൻ്റെ പേര് കേട്ടത് വയനാട് ചുരമായിരിക്കും, അഥവാ താമരശ്ശേരി ചുരം. നമ്മൾ പല ചുരങ്ങളും പേര് കേട്ടിട്ടുണ്ടാവും. കുറ്റ്യാടി ചുരം, പാൽച്ചുരം, നാടുകാണി ചുരം, വാളയാർ ചുരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ചുരത്തിൻ്റെ പരിചയപ്പെടുത്താം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ കൊടുവള്ളി ബ്ലോക്കിൽ ഉൾപ്പെട്ട ഒരു പ്രധാന മലയോര പട്ടണമാണ് നമ്മുടെ താമരശ്ശേരി. ദേശീയപാത 766 ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു. വയനാട് ജില്ലയിലേക്കുള്ള ഒരു പ്രധാന കവാടമായ താമരശ്ശേരി ചുരം ഇവിടെയാണ്. മലനിരകളുടെ താഴ്വാര പ്രദേശമാകയാൽ തായ്മലശ്ശേരി എന്ന പഴയ പേര് കാലാന്തരത്തിൽ ലോപിച്ച് താമരശ്ശേരി ആയതാണെന്ന് കരുതപ്പെടുന്നു. അതാണ് നമ്മൾ തമ്പലയിന് കൊടുത്ത തായ്മലശ്ശേരി കേട്ടോ. പ്രകൃതി രമണീയമായ വയനാടൻ മലമടക്കിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലമ്പാത ഇന്ന് നമ്മുടെ പുതുപ്പാടി പഞ്ചായത്തിലാണെങ്കിലും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് താമരശ്ശേരി ചുരം എന്ന പേരിലാണ്. ഇന്നത്തെ പുതുപ്പാടി പഞ്ചായത്ത് പുനഃസംഘടനയ്ക്ക് മുമ്പ് താമരശ്ശേരി പഞ്ചായത്തിലായിരുന്നു. മൈസൂർ രാജാവായിരുന്ന ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ പടയാളികൾ താമരശ്ശേരി ചുരമിറങ്ങിയാണ് കോഴിക്കോടെത്തിയത്. 1936-37 താമരശ്ശേരി പഞ്ചായത്ത് നിലവിൽ വന്നത്. പഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആറ്റക്കോയ തങ്ങളായിരുന്നു. സർവാദരണീയരായ തങ്ങൾ 1955 ഒക്ടോബർ 1 പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തന്നെയാണ് അന്ത്യശ്വാസം വലിച്ചത്. മരണം വരെ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ മിക്കതും ഏകകണ്ഠമായിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഒക്കെ കൈപൊക്കി വോട്ട് രേഖപ്പെടുത്തും. പഴശ്ശി രാജാവിൻ്റെ കുറിച്യർ പടയുടെ ദേശീയ ബോധവും പയമ്പള്ളി ചന്തുവിൻ്റെ വീരഗാഥകളും ടിപ്പുവിൻ്റെ പടയോട്ടവും മലബാർ ലയനകാലത്തെ ബ്രിട്ടീഷ് പോലീസിൻ്റെ കാലൊച്ചകളും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന താമരശ്ശേരി പഞ്ചായത്തിലെ പഴമക്കാരുടെ സ്മൃതിപഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടു പാതകളാണ് കോഴിക്കോട് വൈത്തിരി ഗൂഡല്ലൂർ റോഡും താമരശ്ശേരി കണയങ്കോട് റോഡും. അന്ന് കാളവണ്ടിച്ചാലുകൾ ആയിരുന്നു കോഴിക്കോട് വൈത്തിരി റോഡ്. കല്ലിട്ട് ടാർ ചെയ്ത ചുരം വഴി ഗതാഗതം സജീവമായപ്പോൾ വാഹനങ്ങളിൽ നിന്ന് റോഡ് നികുതി ഈടാക്കുന്ന സ്ഥലമാണ് താമരശ്ശേരി ചുങ്കം. ഭൂപ്രകൃതി അനുസരിച്ച് കുന്നുകളും മലകളും താഴ്വാരങ്ങളും ഉൾപ്പെട്ട താമരശ്ശേരി തികച്ചും ഒരു കാർഷിക ഗ്രാമമാണ്. പ്രധാന വിളയായ തെങ്ങിന് പുറമെ മറ്റു വിളകളും ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. കുളങ്ങളാണ് മുഖ്യ ജലസ്രോതസ്സുകൾ. തദ്ദേശീയരിൽ ഏറിയ പങ്കും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ചെറുതും വലുതുമായ 24 സ്കൂളുകൾ താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 10ഓളം മഹല്ല് ജുമാ മസ്ജിദുകൾ ഇവിടെ തലയെടുപ്പോടെ നിലകൊള്ളുന്നു. വൻ വ്യവസായങ്ങളൊന്നുമില്ലാത്ത ഇവിടെ പരമ്പരാഗത നെയ്ത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നു ഏതാനും കുടുംബങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിലും കാവുകളിലും ഉത്സവങ്ങളോടനുബന്ധിച്ച് തെയ്യം, തിറ, വട്ടക്കളി, കോൽക്കളി, കളരിപ്പയറ്റ് എന്നിവ അവതരിപ്പിക്കപ്പെടുന്നു. നിരവധി കളരി സംഘങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗമായിട്ട് ആകർഷിക്കുന്ന മറ്റ് ചില സ്ഥലങ്ങൾ ഏതാ വെച്ചാൽ ഒടുങ്ങാക്കാട് മക്കാമുണ്ട്, അമരമാടുണ്ട്, വെള്ളച്ചാട്ടുണ്ട്, സൂഫി വലിയുള്ളാഹിൻ്റെ മക്കാമുണ്ട്. ഏറ്റവും വലിയ കുരിശിൻ്റെ വഴി താമരശ്ശേരി ചുരത്തിലാണ് നടക്കുന്നത്. പിന്നെ വെള്ളാനങ്ങളുടെ നാട് എന്ന ചിത്രത്തിൽ നമ്മുടെ സിനിമയിൽ നടൻ കുതിരവട്ടം പപ്പു താമരശ്ശേരി ചുരത്തെക്കുറിച്ച് താമരശ്ശേരി ചുരോ നമ്മുടെ താമരശ്ശേരി ചുരം എന്ന സംഭാഷണം വളരെ പ്രശസ്തമാണ്. താമരശ്ശേരി ചുരം റോഡ് ബ്രിട്ടീഷുകാരാണ് വികസിപ്പിച്ചത്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസികളായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചെങ്ങല മരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാനീ പറയുന്നതൊക്കെ വയനാട് ചുരത്തിൻ്റെ ചരിത്ര
പുസ്തകത്താളുകളിൽ നിന്നെടുത്ത ചില കാര്യങ്ങളാണ്. നമ്മളിതാ ഇപ്പോൾ ഏകദേശം 9-ാം വളവ് കഴിഞ്ഞ് 8-ാം വളവിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കാരണം നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കയറുന്നതുണ്ട്. രണ്ടും 2 വൈക്കാണെന്നുള്ളൂ. ഇതാ 8-ാം വളവ് എത്തിയപ്പോൾ 8-ാം വളവ് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുക. കാരണം 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു, 1 മണിക്കൂറിലേറെ. കാരണം അങ്ങോട്ട് ഇറങ്ങാനും അരമണിക്കൂർ, കയറാനും അരമണിക്കൂർ വരുന്ന റോഡ് ഞാൻ കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് അരമണിക്കൂറാക്കി മാറ്റിയതാണ് ഈ വീഡിയോ. 32 മിനിറ്റ് 27 സെക്കൻഡാക്കി മാറ്റിയ വീഡിയോ ആണ്, സ്പീഡ് കൂട്ടിയാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 7-ാമത്തെ വളവ് എത്തി. 7-ാമത്തെ വളവാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതിൻ്റെ ചരിത്ര പുസ്തകത്താളുകളിൽ എഴുതിയ കുറച്ച് വരികൾ ഇതിൻ്റെ കൂടുതൽ സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കയറുന്നതും ഈ വീഡിയോയിലുണ്ട്. രണ്ടും 2 വൈക്കാണ്. 4-ാം വളവ് മുതൽ ഇത് അടിവാരം വരെ വേറെ റൂട്ടിനാണ് പോകുന്നത്. അതുപോലെ തന്നെ കയറുന്നത് നേരെ ചുരത്തിൽ 1-ാം വളവ് മുതൽ നേരെ 9-ാം വളവ് വരെ നമ്മളെ അവസാനിക്കുന്നത് ലക്കിടിയിൽ വെച്ചാണ്ടാണ്. അതുവരെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന്. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വയനാടിനെക്കുറിച്ച്, ചുരത്തെക്കുറിച്ച്. ഓക്കെ, വീഡിയോ കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും അവസരത്തിൽ അത് ഉപകാരപ്പെട്ടേക്കാം. നമ്മളെ ദേശീയപാത 66-ൻ്റെ ഭാഗമായി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അത് വയനാട് ജില്ലയെന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത വളവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ്. പാതയ്ക്ക് ഇരുവശങ്ങളിലുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 എയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴേക്കും, അപ്പോൾ നമ്മളെ 4-ാമത്തെ വളവിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നത്. അടിവാരത്തേക്ക് നേരെ ഷോർട്ട് റോഡാണ്. 1-ാം വളവിൽ, 2-ാം വളവിൽ, 3-ാം വളവിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചെറിയ വണ്ടികൾ കേട്ടോ, വലിയ വണ്ടികളല്ല, ചെറിയ വണ്ടികൾ, കാറ് പോലത്തെ ചെറിയ വണ്ടികൾ, ഓട്ടോ, ബൈക്ക് ഒക്കെ ഇതിൽ പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയ വണ്ടികൾ പോയാൽ ഇതും ബ്ലോക്കായാൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഏകദേശം ഈ റോഡ് നേരെ ചെന്ന് മുട്ടുന്നത് അടിവാരത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇവിടെയാണ് നമ്മളെ ഒരു മക്കാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2625 അടി മുകളിലാണ് ലക്കിടി ഉള്ളത്. 9-ാമത്തെ എയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യം കാണാനാകും. അസ്തമയമാവും 55 കിലോമീറ്റർ അകലെയുള്ള കടൽ പരപ്പും അപൂർവമായി ചില സമയങ്ങളിൽ കാണാൻ പറ്റും. മേഘങ്ങളും കോടമഞ്ഞും ചിലപ്പോൾ കാഴ്ചയെ മറക്കാറുണ്ട്. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയായി ചുരം അറിയപ്പെടുന്നു. കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത 766 കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ ഭാഗമാണ് താമരശ്ശേരി ചുരം. കേരളത്തിൻ്റെ വ്യവസായ, വാണിജ്യ, ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ പാതയുടെ പങ്ക് ഏറെയുണ്ട്. മുത്തങ്ങ മദ്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈ പാതയ്ക്ക് കർണാടക വനം ഭാഗത്തു രാത്രി നിരോധനം ഏർപ്പെടുത്തിയതിനാൽ വളരെ ക്രമീകരണങ്ങൾ നടത്തിയും ബുദ്ധിമുട്ടുകൾ സഹിച്ചുമാണ് കേരളത്തിലടക്കം
യാത്രക്കാർ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു ജലനിരപ്പിൽ നിന്ന് 2625 അടി വ്യത്യാസത്തിലാണ് നമ്മളെ ഇതിൻ്റെ ചുരം അവസാനിക്കുമ്പോൾ ഈ ലക്കിടി എന്ന അവിടെ എത്തുമ്പോഴത്തേനും ആവുന്നത്. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളും മുകളിൽ നിന്ന് കാണാൻ പറ്റും 9ാം വളവ് കഴിഞ്ഞാൽ. ഇത് ഈ പോകുന്നത് റോഡ് കാലിയാണെങ്കിൽ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. വലിയ വണ്ടികളേറ്റവും ഈ റോഡിൽ വരാതിരിക്കുക. നമ്മൾ കുടുങ്ങുമ്പോൾ മാത്രം ഈ റോഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം വീതിയുള്ള റോഡ് അപ്പുറത്തുണ്ടല്ലോ. പക്ഷേ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ റോഡ് പ്രയോജനപ്പെടുത്താം. അപ്പം ഇങ്ങനെ റോഡും 4ാം വളവിൽ നിന്ന് അടിവാരത്തെത്തുന്ന റോഡ് അവിടെ ഉണ്ട്. ഇത് ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും അറിയാത്ത ആളുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വളവും ഇതൊക്കെ മാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഓരോ സ്ഥലം മനസ്സിലാക്കുക. പഴയ കാലങ്ങളിലൊക്കെ ഈ റോഡ് വണ്ടി സഞ്ചാര യോഗ്യമല്ലായിരുന്നു. ഇതൊക്കെ കണ്ടുപിടുത്തങ്ങളിലൂടെ ഓരോരുത്തരും ഇതിലെ റോഡാക്കിയാൽ റോഡാവുന്നില്ല ആ ലെവലിൽ. നമ്മളൊക്കെ പൂർവികന്മാർ കണ്ടുപിടിച്ച വഴികളാണ് നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ അടിവാരത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിവാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചരിത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അടിവാരത്ത് മെയിൻ ജംഗ്ഷനിലേക്കാണ് ഈ റോഡ് എത്തുന്നത്. ഇടത്തോട്ട് കാണുന്നത് ചുരത്തിലേക്കും വലത്തോട്ട് കോഴിക്കോട്ടിലേക്കുള്ള റോഡുമാണ്. അപ്പോൾ ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന രംഗമാണ് കാണുന്നത്. ഇങ്ങനെ ഇത് അടിവാരം ടൗണാണ്. ഇത് ഏകദേശം ഇവിടെ വരുന്നത് ഏകദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങോട്ട് ഇവിടുന്ന് അടിവാരത്ത് നിന്ന് ചുരം ലക്കിടിയിലേക്കുള്ള ഒരു ഫുൾ വീഡിയോ അത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് നമ്മളെ സമയം പരിധി റെഡിയാക്കിക്കൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. കാരണം ഏകദേശം 1 മണിക്കൂറിലേറെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയിൽ അടിവാരത്തുനിന്ന് ലക്കിടിയിൽ ഏകദേശം നമ്മളെ ചുരത്തിൻ്റെ മുകളിലെത്തുമ്പോഴത്തേന് ഏകദേശം 10-12 കിലോമീറ്ററോളം ഓടേണ്ട സ്ഥലത്ത് ബ്ലോക്കും കൂടി വന്നാൽ ഏകദേശം എത്ര ടൈമാവും? 1 മണിക്കൂറിന് മേലെ. 1 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കുടുങ്ങിയ ആളുകളും 2-3 മണിക്കൂറൊക്കെ ബ്ലോക്ക് കുടുങ്ങിയ ദിവസങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും പല അനുഭവങ്ങളും ഉണ്ടാവും ചുരത്തുമ്മലിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുരത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള അങ്ങാടിയിലാണ്. നമ്മൾ മുകളിലേക്ക് കയറുകയാണ് അടിവാരത്ത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളമോ കാര്യങ്ങളൊക്കെ ചായ കുടിക്കാനും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് കയറുന്നതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാണ്ട് എനേബിൾ ചെയ്താൽ നമ്മൾ
ഇതേമാതിരി നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നല്ല നല്ല ഇതാക്കി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മൾ കണ്ട യാത്രയിൽ എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ലല്ലോ. ഏതായാലും കുറച്ച് സ്പീഡാക്കിയതിനെ കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പീഡാക്കിയതിനെ കൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. നിങ്ങളെ അഭിപ്രായം പറഞ്ഞ് അത് ഇനി എടുക്കുന്ന വീഡിയോസുകളൊക്കെ സ്പീഡ് കുറക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ്ട് ചെയ്യാം. നമ്മളിത് പഠിച്ച് വരുന്നുള്ളൂ. ഇത് എഡിറ്റിങ്ങും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് ആരെങ്കിലും ഇപ്പോൾ ഒന്നാം വളവുക്ക് നമ്മൾ ചുരത്തിൻ്റെ ഫസ്റ്റ് വളവാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം നമ്മൾ കാര്യമായിട്ട് ഈ വയനാട് ചുരം എന്ന് പറയുന്ന താമരശ്ശേരി ചുരം എന്ന് പറയുന്ന, അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു മട്ടത്തിൽ ഏകദേശമൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാക്കായ നമ്മളെ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും ആ ലെവലിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്. നമ്മളെ എഴുതപ്പെട്ട പുസ്തകങ്ങളിലും രേഖകളിലൊന്നും ഇത് ലഭ്യമല്ലെങ്കിലും നമ്മളെ ചരിത്രത്തിൽ ഒരു ചെറിയൊരു സ്ഥാനം കരിന്തണ്ടന് ഉണ്ട്. ആദിവാസികൾക്കിടയിലുള്ള വായ്മൊഴി കഥകളിലൂടെ തലമുറകളായി പകർന്ന അറിവ് മാത്രമാണ് നിലവിലുള്ളത്. നമ്മൾ ഒന്നാം വളവ് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് അങ്ങാടിയായിട്ട് നമ്മളെ തുഷാരഗിരിയിലേക്കും പിന്നെ വയനാടിൻ്റെ രണ്ടാം ചുരത്തിലേക്കൊക്കെ തുഷാരഗിരിയിലേക്ക് പോകുന്ന വലത്തെ സൈഡിലേക്കുള്ള റോഡാണ്. ആ റോഡിന് പോയാൽ പല സ്ഥലങ്ങളിലേക്കും നമ്മളെ നാട്ടിലേക്കും ആ വഴി പോകാൻ പറ്റും. നാട്ടിലേക്കെന്ന് പറഞ്ഞത് പല സ്ഥലങ്ങളിലേക്കും ആ റോഡിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഓമശ്ശേരി പോലത്തെ സ്ഥലങ്ങളിൽ മുക്കം ഒക്കെ എത്തുന്ന റോഡ് ആണ്. രണ്ടാം വളവിൻ്റെ മുന്നായിട്ട്, ഒരു വളവ് കഴിഞ്ഞ് രണ്ടാം വളവിൻ്റെ മുന്നായിട്ടാണ് ഈ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടാം വളവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ രണ്ടാം വളവ് എത്തുന്നതിന് മുന്നേ ഈ ജംഗ്ഷൻ പറഞ്ഞത് അവിടെ പള്ളി സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു മസ്ജിദ് ഉണ്ട്, നിസ്കരിക്കാനൊക്കെ, റെസ്റ്റ് എടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഞാൻ പറഞ്ഞ ആ ജംഗ്ഷൻ. ഇവിടെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, ഒരു വലിയ വണ്ടി സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും പോവുക. എന്നാലും ഓവർടേക്ക് ചെയ്യുമ്പോൾ മുന്നിൽ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ബ്ലോക്കിലേക്ക് മാറും. ഈ ചുരത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പം ചുരത്തിൽ വരുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വളവിലേക്ക് കടക്കാൻ പോവാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് 2, 3, 4 വളവുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു വളവാണ്. ഒരു രണ്ടാം വളവ് കഴിയുമ്പോൾ തിരിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ 3-ാം വളവെത്തും. 3-ാം വളവ് കഴിഞ്ഞാൽ 4-ാം വളവ്. ഈ മൂന്ന് വളവും ഒരുമിച്ചുള്ളത് കൊണ്ടാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കാനും മറ്റും, അതുപോലെ തന്നെ 9-ാം വളവിൻ്റെ മുകളിൽ നിന്ന് വരെ ഈ ദൃശ്യം പകർത്തി. ഈ ദൃശ്യം നമ്മളെ സോഷ്യൽ മീഡിയയിലായാലും എല്ലാ ഹൈലൈറ്റ് ആയിരിക്കും ഈ വളവുകൾ. ഈ 3 വളവുകളും കൂടി ഒരുമിച്ചുള്ള ആകാശ ദൃശ്യം വരെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് 2 വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3-ാം വളവും കൂടി കൂടെയാണ്. അതിൻ്റെ കൂടെ 4-ാം വളവും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ആ 3 വളവും കൂടി ചേരുമ്പോഴാണ് ഈ വയനാടിൻ്റെ ഏറ്റവും നല്ല ഒരു ആകാശ ദൃശ്യമായാലും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ 3 വളവുകളും കൂടി ചേർന്ന ഒരു ഇത് കാണാത്തവർ ഈ വയനാട് ചുരം അറിയുന്നവർക്ക് ഈ വളവിനെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇത് മുകളിൽ നിന്നാണെങ്കിലും ഇത് കാണാൻ പറ്റാവുന്നൊരു വളവാണ്. 4-ാം വളവാണ്. ഈ വളവിൽ നിന്നാണ് ഇടത്തോട്ട് പോയാൽ ഞാൻ പറഞ്ഞ അടിവാരം ചുരത്തിലേക്ക് എത്തുന്ന സ്ഥലം കേട്ടോ. അപ്പം 4-ാം വളവ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കരിന്തണ്ടനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കോഴിക്കോട്ടിൽ നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലം, ബ്രിട്ടീഷുകാർ പല ഇതും നോക്കിയിട്ടും ഒരു പാത നിർമ്മിക്കാനും വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വയനാടൻ കാടിനെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയാവുന്ന കരിന്തണ്ടൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പുതിയ വഴി കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം പഴമക്കാർ പറഞ്ഞാണ്ടും ഈ ചരിത്ര രേഖകളിൽ നമ്മൾ വായിച്ചൊക്കെയാണ് നമ്മൾ ഓരോരുത്തർ അറിയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാവരും. നേരിട്ട് കണ്ട ആളുകൾ ആരുണ്ടാവില്ലല്ലോ. ഒരു പ്രബല സാമ്രാജ്യത്തിന് കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മായ്ക്കാനും ഇനി ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ഭയം കൊണ്ടും കരിന്തണ്ടനെ ചതിച്ച് കൊന്നു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവ് അലഞ്ഞു നടന്നു എന്നും ചുരം വഴി പോകുന്ന കാളവണ്ടികളും മറ്റും വാഹനങ്ങളും അപകടത്തിൽ പെട്ടുവെന്നും ഒടുവിൽ പ്രശ്നവിധിയായി ഈ ആത്മാവിനെ ഇരുമ്പു ചങ്ങലയിൽ തളച്ചു എന്നും ആദിവാസികൾ വിശ്വസിക്കുന്നു. ഈ ആത്മാവിനെ ഇരുമ്പു ചങ്ങല ബന്ധിച്ച ചങ്ങലമരം ലക്കിടിയിൽ ഇപ്പോഴുമുണ്ട്. കൽപ്പറ്റയിൽ നിന്നും 16 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 41 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 51 കിലോമീറ്ററുമാണ് ചങ്ങല മരത്തിലേക്കുള്ള ദൂരം. നമ്മളിതാ വളവ് അങ്ങനെ ഓരോന്നോരോന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. 5-ാം വളവാണ് കയറുന്നത്. അപ്പം നമ്മളെ അടിവാരത്തുനിന്ന് നമ്മളെ ഈ കരിന്തണ്ടൻ്റെ ചങ്ങലയാൽ ബന്ധിച്ച പ്രതിമ എന്ന് പറഞ്ഞത് എല്ലാവരും ആദിവാസികളും ഇവരൊക്കെ വിശ്വസിക്കുന്ന അവിടെ പ്രതിമയുണ്ട്. ഒരു ചെറിയൊരു പ്രതിമ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളെ അടിവാരത്തു നിന്ന് ഏകദേശം 12 കിലോമീറ്റർ നമ്മൾ ചുരം കയറി കഴിഞ്ഞ് ലക്കിടിയത്തെ ഗേറ്റാണ്ട് നമ്മളെ റോഡിൻ്റെ മുകളിലുള്ള ഈ ചുങ്കെന്നൊക്കെ പറഞ്ഞ ആ സ്ഥലം ആണ്ട് കഴിഞ്ഞ് ആ പഴയ കാലത്ത് പറഞ്ഞ സ്ഥലം നമ്മൾ ചുരം കയറി 9-ാം വളവ് കഴിഞ്ഞിട്ട് ആകാശ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിൽ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 12 കിലോമീറ്ററോളം അടിവാരത്തുനിന്നു നമ്മൾ പിന്നെ ലക്കിടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറിക്കഴിഞ്ഞാൽ നമുക്ക് കൽപ്പറ്റയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട്
16 കിലോമീറ്റർ നമുക്ക് അവിടുന്ന് കൽപ്പറ്റയ്ക്ക് എത്താൻ, മെയിൻ ടൗണായ കൽപ്പറ്റ. വൈത്തിരി ഉണ്ട് എൻ്റെ ഇടയിൽ. വൈത്തിരി കഴിഞ്ഞാൽ ചുണ്ടേൽ ഒക്കെ ഉണ്ട്. ചുണ്ടേലൊക്കെ ചെറിയ ചെറിയ, ചുണ്ടേൽ പറഞ്ഞാൽ 2 ഭാഗത്തേക്ക് മേപ്പാടിക്കും ഒക്കെ പോകുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കൽപ്പറ്റ വരുന്നത്. കൽപ്പറ്റയ്ക്ക് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓടുന്ന ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഏകദേശം 20-something കിലോമീറ്റർ എങ്ങോട്ടുണ്ട്. ഇതാണ് 8ാം വളവ് കേട്ടോ. 8ാം വളവ്. ഇനി ഒരു വളവും കൂടി എത്തിയാൽ മേലെ എത്തും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും 8ാം വളവൊക്കെ കണ്ടതാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ്ട്, പക്ഷേ ലോങ് വീഡിയോ ആണ്. പക്ഷേ എന്നാലും രണ്ടും കൂടി ഒരുമിച്ചാകുമ്പം മനസ്സിലാക്കേണ്ടവർക്കൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലക്കിടിയിൽ നിന്ന് ചുരം കയറി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി എത്തണമെങ്കിൽ ഏകദേശം 41 കിലോമീറ്റർ ഉണ്ട്. 40-41 കിലോമീറ്റർ നമ്മളെ സുൽത്താൻ ബത്തേരിക്കുണ്ട്. ബത്തേരി കഴിഞ്ഞ് ഒരു 6 കിലോമീറ്ററും കൂടി പോയാലാണ് മുത്തങ്ങ എത്തുക. മുത്തങ്ങ ബോർഡർ ഇപ്പം രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് അടവ്. അപ്പം അതിൻ്റെ ആ 41 കിലോമീറ്റർ എത്തണമെങ്കിൽ നമ്മൾ ഏകദേശം കുറച്ച് നേരത്തെ തന്നെ, എപ്പോഴും 9 മണി കറക്റ്റാക്കിയാണ്ട് അവിടേക്ക് പോകാൻ നിൽക്കണ്ട. ഒരുപാട് ആളുകൾ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സമയം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. ഞങ്ങൾ മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകുന്ന ആളുകൾ. അതുപോലെ തന്നെ മാനന്തവാടിക്ക് പോകാനാണെങ്കിൽ മാനന്തവാടിക്ക് നമ്മളെ കൽപ്പറ്റയിൽ നിന്ന് പോകാം. ഒക്കെ റൂട്ടുകളുണ്ട്. അപ്പോൾ മാനന്തവാടിക്ക് ഏകദേശം ഒരു 10-50 കിലോമീറ്റർ നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ ആ വഴിയാണെങ്കിലുണ്ട്. നമ്മളെ മാനന്തവാടിക്ക് വേറൊരു റൂട്ടുണ്ട്. നമ്മളെ പേരാമ്പ്ര കുറ്റ്യാടി വഴി, കുറ്റ്യാടി ചുരമൊക്കെ കയറിപ്പോയാൽ അങ്ങനെ മാനന്തവാടി എത്താൻ പറ്റും. അപ്പം നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നിന്നൊക്കെ നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ പ്രശസ്തമായ പള്ളി വരെ ഇവിടുന്ന് നോക്കിക്കാണുന്ന വ്യൂസിൽ നമ്മളെ പ്രശസ്തമായ പള്ളി, നമ്മളെ നോളജ് സിറ്റി, ഇവിടെ നല്ല വ്യൂസാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നതാണ്. പള്ളിയാണ് ഇവിടുന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പള്ളി, നോളജ് സിറ്റിൻ്റെ എല്ലാ ബിൽഡിങ്ങും ഒക്കെ ഇവിടുന്ന് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ കരിന്തണ്ടൻ്റെ ചരിത്രങ്ങളും കുറേയൊക്കെ ഇതിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ചില സംസാരത്തിലൊക്കെ. അപ്പോൾ ഞാൻ ചരിത്രരേഖകളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ്ട് ഞാൻ ഇതിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ 9ാമത്തെ വളവ്, 9ാമത്തെ വളവാണിത്. ഇതും കൂടി കയറിയാൽ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് കയറി കഴിഞ്ഞ് മുകളിലെത്തിയാലേ അപ്പോൾ ഇത് കാണുന്നതിൻ്റെ കൂടെ നമ്മൾ സംസാരം ബോറേക്കാരെന്നാലും നമ്മൾ എൻ്റെ ഇടയിൽ പാട്ട് വെക്കണ്ടായിരിച്ചിട്ട് നമ്മൾ ഓരോ ചരിത്രം എന്തെങ്കിലുമൊക്കെ പറയാതിരിച്ചിട്ടാണ് ഞാൻ ചെറുതായി ഒരു അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരിക. നമ്മളെ ഈ വീഡിയോ കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെയും പറയാണ്. എന്നാലാണ് നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ ലക്കിടി എത്താനായി. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വരുമ്പോഴുള്ള വീഡിയോസൊക്കെ
ഇവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾ, പ്രകൃതി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ പേരും ഇവിടെ ഉണ്ടാവൽ. ഇവിടെ കച്ചവടങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭരണസമിതി ഇവിടുന്ന് ഒഴിപ്പിച്ചതാണ്, പല രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ ചുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനത്തിൽ, നമ്മൾ കുപ്പിയിലെ വെള്ളം കുടിച്ചിട്ട് കുപ്പി അവിടെ വലിച്ചെറിയുന്ന ഒരു അവസരം ഉണ്ടാക്കരുത്. ഒരു കവർ പോലും ഈ ചുരത്തിൽ, പ്രകൃതിയിൽ, കാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയരുത്. കാരണം ഇവിടുന്ന് മൃഗങ്ങൾ, കാട്ടിലുള്ള കാട്ടുവാസികൾ, കാട്ടിൽ പ്ലാസ്റ്റിക് ഇതായാൽ കുരങ്ങന്മാരൊക്കെ അത് കഴിച്ചാൽ നമ്മളൊക്കെ കാട്ടിൽ ഉണ്ടാവുന്ന അവർക്ക് വലിയ ആപത്താണ് അവരെ. അപ്പോൾ നമ്മൾ ലക്കിടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് ഒരിക്കലും അവിടെ കളയരുത്. അപ്പോൾ വണ്ടിയിൽ തന്നെ സൂക്ഷിക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, മാലിന്യത്തിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഒരിക്കലും കാട്ടിലോ ചുരത്തിലോ ഒന്നും വരുമ്പോൾ ഓടിയും പ്ലാസ്റ്റിക് ഒഴിവാക്കരുത്. വേസ്റ്റ് ബോക്സിൽ ഒഴിവാക്കിയാലും പ്രശ്നമില്ല. അപ്പോൾ ലക്കിടിയിലുള്ള ഗേറ്റാണിത്. ഇതാ ലാസ്റ്റാണ്, അവസാനമാണ് ചുരം കയറിയിട്ടുള്ള നമ്മളെ ജില്ല മാറി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വയനാട്ടിലേക്ക് കടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആണ് നമ്മളെ കരിന്തണ്ടൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ കരിന്തണ്ടൻ്റെ ചെങ്ങലക്ക് ബന്ധിപ്പിച്ച് എന്ന് വിശ്വസിക്കുന്ന സ്ഥലം കാണാം. അതാ മുന്നിൽ കാണുന്ന ബിൽഡിങ് കഴിഞ്ഞിട്ട് ഇടത്തെ ഭാഗത്താണ് ആ സ്ഥലം. മുന്നിൽ കണ്ടില്ലേ, വലിയൊരു ബിൽഡിങ് കണ്ടില്ലേ, അതിൻ്റെ ഇടത്തെ ഭാഗത്താണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഈ കരിന്തണ്ടൻ്റെ സ്ഥലം കൂടി കാണിച്ചു തന്നാൽ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. ഈ ഇടത്തെ ഭാഗത്ത് വരുന്ന ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ്. ഇതാണ് കരിന്തണ്ടൻ്റെ ചെങ്ങലക്ക് ബന്ധിപ്പിച്ച് ചേർന്ന സ്ഥലം കേട്ടോ.